കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്രചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 73ാമത് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു. 2026 മെയ് 31 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിഷ്ണു വിശ്വരാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. ഏത് കാര്യങ്ങളിൽ ഏത് സമയത്ത് വിളിച്ചാലും അദ്ദേഹത്തിന് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ ഒന്നുകിൽ ഓടിയെത്തും, അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി തരുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ആശ്രയിക്കുന്ന ആംബുലൻസിൻ്റെ സർവീസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ പ്രദേശത്തുള്ള പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ വളരെ സൗജന്യമായിട്ട് 1 രൂപ പോലും മേടിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ ആംബുലൻസ് സർവീസ് ഫ്രീ ആയിട്ട് ഏത് സമയത്തും കിട്ടിക്കൊണ്ടിരുന്നൊരു സാഹചര്യമുണ്ട് നമുക്ക്. അപ്പോൾ അദ്ദേഹത്തെ ഒരു പരിപാടിയിൽ അദ്ദേഹം ക്ഷണിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് വരാതിരിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോൾ ഈ എന്താ പറയുക, ഒരു ശരിക്കും വാക്കുകൾ കിട്ടുന്നില്ല. ഇന്ന് എത്ര ആളുകളാണ് കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടിരിക്കുന്നത്. ഈ കണ്ണിന് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വിഷമം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഏത് അവയവത്തിന് വന്നു കഴിഞ്ഞാലും പ്രശ്നം തന്നെയാണ്. പക്ഷേ കണ്ണിന് ഒരു കാഴ്ച ചെറിയൊരു മങ്ങൽ വന്നാൽ പോലും, ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ കണ്ണിൽ 2 തവണ എനിക്ക് കണ്ണിൽ, ഒരു തവണ എൻ്റെ ചേട്ടൻ എനിക്കൊരു അമ്പ് ചെയ്ത് തന്നു. വളരെ കൊച്ചു പ്രായത്തിലാണ്. നമ്മളില്ല രാമായണം സീരിയലൊക്കെ കണ്ടിട്ട് നമ്മൾ കളിക്കും. അങ്ങനെ കളിച്ചപ്പോൾ ഒരിക്കലും എൻ്റെ ചേട്ടൻ ഒരു അമ്പ് ചെയ്ത് കറക്റ്റ് എൻ്റെ കണ്ണിലാണ് കൊണ്ടത്. അന്ന് ഈ കണ്ണ് കെട്ടിവെച്ചിരുന്നൊരവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്യാവശ്യം പ്രായമായി വരുന്ന സമയത്ത് നമ്മുടെ അച്ഛനമ്മമാർക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത്, പണ്ട് കൂട്ടുകുടുംബമായിരുന്നെങ്കിൽ യാതൊരുവിധ പ്രശ്നമില്ല, നോക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇന്ന് മക്കളെല്ലാവരും ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് ഓടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കൂടുതൽ ആളുകളില്ല. അവർ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോകേണ്ട ഒരു സാഹചര്യം വരും. ആ സമയത്ത് കണ്ണിനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി എന്തും നമുക്ക് സഹിക്കാം. കണ്ണിനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ആ ഒരു സാഹചര്യത്തിൽ സിംഗണ്ണൻ്റെ ഈ അരവിന്ദ് കണ്ണാശുപത്രി അവർ വില്ലിങ്ങാണ്. അവരിതുപോലെയുള്ള സാഹചര്യങ്ങൾ അവർ വില്ലിങ്ങാണ്. പക്ഷേ അവർക്കൊരു പ്ലാറ്റ്ഫോം, ആ ഒരു സന്നദ്ധ സേവനത്തിന് അവർക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് കഴിഞ്ഞ 73 മാസങ്ങളായി കണ്ടിന്യൂസ് ആയിട്ട്, അതായത് 10 വർഷങ്ങളായി കണ്ടിന്യൂസ് ആയിട്ട് സിംഗണ്ണൻ ചെയ്തു വരുന്നൊരു സത്കർമ്മം അതാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ, ഇന്ന് എനിക്കറിയാം, അദ്ദേഹത്തോട്ട് വളരെ പേഴ്സണലായിട്ട് അടുപ്പമുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു വീഴ്ച പോലും ഈ ഒരു കാര്യങ്ങളിൽ വരാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു ബലം നൽകുന്നത്, അല്ലെങ്കിൽ ആത്മബലം നൽകുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മളെല്ലാവരും പങ്കാളികളാവണം. 13-ാം തീയതി അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന്, അദ്ദേഹം വളരെ സാധാരണക്കാരനായിട്ട് ഇവിടെ കല്ലുവാതുക്കൽ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് ഞാനും അദ്ദേഹവും നമ്മുടെ കല്ലുവാതുക്കൽ ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ ക്യാരംസ് കളിച്ച് തുടങ്ങിയ ഒരു അടുപ്പമാണ്. അന്ന് അദ്ദേഹം ഓട്ടോ ഓടിക്കുന്നൊരു സാഹചര്യമാണ്. അത്രയും ഓട്ടോ ഓടിക്കുന്നതെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മളെല്ലാം വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് അദ്ദേഹം ഉയർന്നു വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓരോ ഉയർച്ചകളിലും അദ്ദേഹത്തിൻ്റെ ആ പാതയിൽ കണ്ട മുഴുവൻ ആളുകളെയും സഹായിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് നമ്മളേവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. സാമ്പത്തികമായിട്ട് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മുടെ പ്രസൻസ് കൊണ്ട്, നമ്മുടെ പങ്കാളിത്തം കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ചേർത്ത് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജൂൺ 13-ാം തീയതി അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഈ കല്ലുവാതുക്കൽ നാടിൻ്റെ മുഴുവൻ സ്വപ്ന സാക്ഷാത്കാരമാണ്. കാര്യം സമുദ്രം, അദ്ദേഹത്തിന് അവിടെയും പല ആളുകളും ദ്രോഹിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായി അച്ഛനമ്മമാരെ ഒരുമിച്ച് അവിടെ താമസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും അച്ഛനമാർക്ക് സെപ്പറേറ്റ്, അമ്മമാർക്ക് സെപ്പറേറ്റ് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി വളരെ നന്നായി, വളരെ ഭംഗിയായി കെയർ ചെയ്തു പോകുന്ന ഒരു
പിന്നെ വയോജന കേന്ദ്രമാണ്, മതേതര വയോജന കേന്ദ്രമാണ്. ആ പേര് തന്നെ ശ്രദ്ധിക്കണം. വേറെ എങ്ങും ആ ഒരു പേര് കണ്ടില്ല, മതേതര എന്ന് പറയുന്നൊരു പേര് എങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും നല്ല ഭംഗിയായി കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ശ്രമം ഉണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് വലിയ ഒരു സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിൻ്റെ തലയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തോളിലെടുത്ത് വെക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കെട്ടിടം നിർമ്മിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അദ്ദേഹം ചെയ്യുന്ന ഓരോ നന്മയുടെയും പ്രാർത്ഥന അദ്ദേഹത്തിനോടൊപ്പം ഉള്ളത് കൊണ്ട് ഈ വഴിയിലെങ്കിലും അദ്ദേഹം തളർന്നിട്ടില്ല. അദ്ദേഹത്തിന് ഇനി തളരാൻ നമ്മളാരും അനുവദിക്കുകയും ചെയ്യരുത്. 13-ാം തീയതി നടക്കുന്ന ഉദ്ഘാടനത്തിന് നമ്മളെല്ലാവരും നമുക്ക് നൽകാൻ കഴിയുന്ന സ്നേഹമാണ്. ആ സ്നേഹം ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട്, അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പാറയെടുത്താണ് നമ്മുടെ ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സമുദ്രം ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് തന്നെ താഴേക്ക് വഴിയുണ്ട്. നിങ്ങളെല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം. ഇതൊരു ഇൻവിറ്റേഷനായിട്ട് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നതായി കണ്ട് നിങ്ങളെല്ലാവരും പങ്കെടുത്ത് അത് വിജയിപ്പിക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ തിരക്കുകൾക്കിടയിൽ നോക്കുവാനായിട്ട് മക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ കഴിയാതെ അവിടെ കൊണ്ടെത്തിച്ചിട്ടുള്ളതാണ് ഈ അച്ഛനമ്മമാരെ, അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളുള്ള ആളുകളെ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളെ അവിടെ പാർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരെ നമുക്ക് എല്ലാവർക്കും ചേർത്ത് നിർത്തണം. അവർക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകരുത്. നമ്മളെല്ലാവരും അവരുടെ കൂടെ ഉണ്ടാകണം. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്ന് നടക്കുന്ന വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആത്മനിർവൃതിയോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റുവൽ സിംഗ് എം സ്വാഗതം ചെയ്ത് സംസാരിച്ചു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 73ാമത് നേത്ര ചികിത്സാ ക്യാമ്പാണെങ്കിലും ഈ ക്യാമ്പ് തുടങ്ങിയിട്ട് 10 വർഷം പിന്നിടുവാൻ പോവുകയാണ്. ഈ 10 വർഷത്തിനിടയിൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ക്യാമ്പിലൂടെ വന്നു പോയത്. 10,000-കണക്കിന് ഓപ്പറേഷനുകൾ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ നേത്ര ചികിത്സാ ക്യാമ്പാണ് ഇവിടെ നടന്നു വരുന്നത്. നമ്മുടെ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഇന്ന് കല്ലുവാക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറാണ് ഉദ്ഘാടനം ചെയ്യുന്നെങ്കിലും എനിക്കത് കല്ലുവാക്കൽ ഗ്രാമപഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള പൂർണ്ണ ആൾക്കാർക്കും കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. കല്ലുവാക്കൽ പഞ്ചായത്ത് മാത്രമല്ല, ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും നേത്ര ചികിത്സയിലൂടെ അതിൻ്റെ പ്രയോജനം കിട്ടിയിരിക്കുകയാണ്. ഇന്ന് സമയം ഏറെ കുറവാണ്. കാര്യം ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. കാരണം 13-ാം തീയതി, ജൂൺ മാസം 13-ാം തീയതി സമുദ്രതീരത്തിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആരുമില്ലാത്ത അച്ഛന്മാരെ പാർപ്പിക്കുവാൻ വേണ്ടി, അച്ഛന്മാരെ മാത്രം മാറ്റിപ്പാർപ്പിക്കുവാൻ വേണ്ടി, അത് 100 പേർക്ക് കിടക്കാനുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ മന്ദിരം 13-ാം തീയതി തുടക്കം കുറിക്കാൻ പോകുന്നത്. അച്ഛന്മാരെ അമ്മമാരെ 2ആയിട്ടാണ് വേർതിരിച്ച് പാർപ്പിക്കാനുള്ള പരിശ്രമമാണ്. അതോടൊപ്പം ആരുമില്ലാത്ത കുട്ടികളെ കൂടി ഏറ്റെടുക്കുവാൻ അതിൻ്റെ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം അന്ന് നടക്കുകയാണ്. 13-ാം തീയതി ആണ്ട് 6ഓളം ഉദ്ഘാടനമാണ് ഒരു ദിവസം നടത്തേണ്ടതായിട്ടുള്ളത്. കേരളത്തിലെ മിക്ക മന്ത്രിമാരും MP-മാരും MLA-മാരും ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഈ വേദിയിൽ എത്തിയിരിക്കുന്ന എല്ലാവരും 13-ാം തീയതി എത്തുവാൻ കഴിയുമെങ്കിൽ ആ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൽ എത്തിച്ചേരണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നേത്ര ചികിത്സയിലൂടെ ഈ ക്യാമ്പിൽ നിന്ന് തിരുനെൽവേലി പോകുമ്പോൾ അവിടെ എത്തിച്ചേരുന്ന ഓരോരുത്തർക്കും കണ്ണിൻ്റെ ആ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷനുകൾ മാത്രമല്ല, കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മളെല്ലാം ആ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റും ഹോസ്പിറ്റലിൻ്റെ നഴ്സുമാരും ഡോക്ടർമാരും പറയുന്ന കേട്ടനുസരിച്ച് നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചയാണ് വലുതെന്നത് നമ്മൾ മനസ്സിലാക്കി ആ ക്യാമ്പിൽ പങ്കെടുത്ത് നമ്മളോടൊപ്പം സഹകരിക്കണമെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം കഴിഞ്ഞ ക്യാമ്പിലും പല പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങളെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുമ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളെ കൂടി നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. അതിന് നിങ്ങൾക്കൊരു സമ്പത്തും ചിലവാകുന്നതല്ല.
അപ്പോൾ ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്യാമ്പ് നടത്തുമ്പോൾ പല ക്യാമ്പുകളും പല ജില്ലകളിലും നടക്കുന്നുണ്ട്. ആ സംഘടനകൾ നടത്തുന്നത് മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം നടത്തുന്ന ക്യാമ്പാണ്. തുടർച്ചയായി നടത്തുന്ന ക്യാമ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമാണ് കേരളത്തിൽ നടത്തി വരുന്നത്. ആ ക്യാമ്പിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ഏറെ വലുതാണ് ഇന്നിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് നിങ്ങൾക്ക് ക്യാമ്പ് ഈ കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ടൊരു ഓപ്പറേഷന് പോകണമെങ്കിൽ 30,000-35,000 രൂപ അടച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ തിമിരത്തിൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യുവാൻ കഴിയൂ. അതും പൂർണ്ണമായും അത് പരിഹരിക്കാൻ കഴിയത്തുമില്ല. അപ്പോൾ അതിനുപരിയാണ് ഈ അരവിന്ദ് കണ്ണാശുപത്രിയും സമുദ്രയും ചേർന്ന് ഈ 10 വർഷം കൊണ്ട് നടത്തി വരുന്ന ഈ ക്യാമ്പിന് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ചെലവുകൾ വന്നിട്ടുണ്ട്. ഇത് അരവിന്ദും സമുദ്രയും ചേർന്ന് നടത്തുമ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച തിരികെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷം. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ സമുദ്രതീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേർന്ന ഒരമ്മ 2 കണ്ണിൻ്റെയും കാഴ്ചയില്ലാതെ വന്നപ്പോൾ ആ അമ്മയെ ബന്ധുക്കൾ ഇല്ലാതെ വന്നപ്പോൾ തൊട്ടടുത്ത നാട്ടുകാർ ഈ സമുദ്രയിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. എങ്കിലും ഞങ്ങൾ കൈവിട്ടില്ല. ആ അമ്മയെ കഴിഞ്ഞ മാസം ഞങ്ങൾ കൊണ്ടുപോയി ആ അമ്മയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച തിരികെ കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ മാസം ഉദ്ഘാടനമായതുകൊണ്ടാണ് ആ അമ്മയെ കൊണ്ടുവരാഞ്ഞത്. എങ്കിലും ചിലപ്പോൾ അടുത്ത മാസം കൊണ്ടുവന്ന് ആ അമ്മയുടെ 2ാമത്തെ കണ്ണിൻ്റെ കാഴ്ചയും തിരികെ കിട്ടണമെന്ന പ്രാർത്ഥനയിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കണ്ണിൻ്റെ കാഴ്ച എല്ലാവർക്കും കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷത്തോടുകൂടി ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും നല്ല സന്തോഷത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. തുടർന്ന് അരവിന്ദ് കണ്ണാശുപത്രിയിലെ ഡോക്ടർ നസ്രീൻ, ഡോക്ടർ റാഷിക, ഡോക്ടർ ശ്രീലക്ഷ്മി, ഡോക്ടർ അംഫ, അരവിന്ദ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ ഹേമചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ ഈ കാഴ്ചക്കുറവെന്ന് പറയുന്നത് തിമിരം കൊണ്ട് മാത്രമായിരിക്കില്ല, വേറെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പരിമിതികളുണ്ട്. ഒന്നാമത് സമയപരിമിതി എന്ന് പറയുന്നത്. ഇത്രയും പേരും ഞങ്ങൾ 4 ഡോക്ടേഴ്സും പിന്നെ കുറച്ച് ബാക്കി സഹായത്തിനുള്ളവരുമാണ് ഉള്ളത്. അപ്പോൾ ഓരോ പേഷ്യൻറ്റും ഞങ്ങൾക്ക് തരാനുള്ളൊരു സമയം കുറവായിരിക്കും. അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തിരിച്ചൊരു സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് കറക്റ്റായിട്ട് പറയുകയും പിന്നെ നിങ്ങളുടെ ഇതിന് മുന്നേ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പറയുക. അതായത് ഒരു കുറേ നേരം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് കുറച്ച് പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇത് കുറച്ചുകൂടെ സമയത്തിൻ്റെ ആ പരിമിതി പരിഹരിക്കാൻ വേണ്ടി സഹായിക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കണ്ണ് സംബന്ധമായിട്ടല്ല അല്ലാതെ ജനറൽ ഹെൽത്തിന് എന്തെങ്കിലും മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് മറച്ചു വെക്കാതെ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ കണ്ണിനുള്ള ബാക്കി ട്രീറ്റ്മെൻറ്റിന് അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതുമാത്രമല്ല സർജറിക്കും ഓരോ അസുഖത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് പറയുക എന്നുള്ളതാണ് 2ാമത്തെ കാര്യം. പിന്നെ ബാക്കി കാഴ്ചക്കുറവല്ലാതെ ബാക്കി അസുഖങ്ങളുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറഞ്ഞു തരിക എന്നുള്ളതാണ്. പിന്നെ കേൾവിക്കുറവുള്ളവരുടെ കൂടെ അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടെ വന്ന് പറഞ്ഞു തരിക എന്നുള്ളത് വേറൊരു കാര്യമാണ്. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തി വരുന്നുണ്ട്. ആകെ 550 പേർ പരിശോധന നടത്തിയ ക്യാമ്പിൽ നിന്നും 250 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.